ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് തന്നെ കുറേ പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യാം. ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ സ്ക്വയറായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിതുപോലെ വലുതായിട്ട് വരയ്ക്കണം. ആദ്യം നിങ്ങളിതുപോലെ വലുതായിട്ട് ഇതുപോലത്തെ പാറ്റേൺസ് വരയ്ക്കണം. ഇതാ ഈ പാറ്റേൺ ശ്രദ്ധിച്ച് ഇത് ആണ്, വി ആയിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത്, വലുതായിട്ടാണ് വരച്ചിട്ടുള്ളത്. അടുത്ത പാറ്റേൺ ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിട്ടാണ് ഞാൻ അടുത്തത് വരച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ഞാനിത് വീഡിയോയുടെ ലാസ്റ്റിൽ ഞാനിത് ഈ പാറ്റേൺസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കിയിട്ട് പ്രിൻ്റ് എടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പേപ്പർ ഏത് കാരണവശാലും ഇതിങ്ങനെ വെക്കാൻ പാടില്ല. ഇതാ ഇപ്പുറത്ത് വശത്ത് വേണം കൂടുതൽ പ്ലേസ് വരുന്ന ഭാഗം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ അതങ്ങനെ കൊണ്ടുവയ്ക്കാം. പ്രഷർ ഫ്ലൂട്ടറിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് പോയിന്റിൽ നമുക്ക് ആ പേപ്പർ കൊണ്ടുവച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം അതിനെ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ത്രെഡൊന്നും തന്നെ ഇട്ടിട്ടില്ല, വെറുതെ സൂചി കൊണ്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡിൽ വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് സൂചി കുത്തി താഴ്ത്തി കൊടുത്തിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. എന്നിട്ട് പ്രഷർ ഫ്ലൂട്ടറിനെ കുറച്ച് പൊക്കിയതിന് ശേഷം ഈ പേപ്പർ ഒന്ന് തിരിച്ചു കൊടുക്കുക. അടുത്ത് നമ്മൾ എവിടെ സ്റ്റിച്ച് ചെയ്യണോ ആ ഭാഗത്തോട് തിരിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ പ്രഷർ ഫ്ലൂട്ടറിനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ആ സൂചി കുത്തി താഴ്ത്തി കൊടുത്തിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. എന്നിട്ട് പ്രഷർ ഫ്ലൂട്ടറിനെ പൊക്കിയെടുത്തതിന് ശേഷം പേപ്പർ ഒന്ന് തിരിച്ചു കൊടുക്കുക. വീണ്ടും ആ പ്രഷർ ഫ്ലൂട്ടറിനെ താഴ്ത്തി കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ആ ലൈനിൻ്റെ പുറത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി എൻഡിൽ വരുമ്പോൾ ആ കറക്റ്റ് പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൂചി കുത്തി താഴ്ത്തി വെച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പ്രഷർ ഫ്ലൂട്ടർ പൊക്കിയതിന് ശേഷം വേണം ആ പേപ്പർ ഒന്ന് തിരിച്ചു കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും താഴ്ത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ തന്നെ നിങ്ങളിത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ വരച്ച് കുറേ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ ബ്ലൗസിൻ്റെയൊക്കെ സ്ക്വയറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ആവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിത് കറക്റ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇത് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും അത് കറക്റ്റാണ് വന്നില്ലെങ്കിൽ നിങ്ങളിതുപോലെ വരച്ചിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, നമുക്ക് കറക്റ്റ് ആ പാറ്റേൺ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് വി ഷേപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. പ്രഷർ ഫ്ലൂട്ടർ പൊക്കിയതിന് ശേഷം ആ പേപ്പർ അങ്ങനെ കൊണ്ടുപോയി ആ കറക്റ്റ് പോയിന്റിൽ വെച്ചതിന് ശേഷം താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ എൻഡിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ പഴയതുപോലെ ആ സ്ക്വയർ എങ്ങനെ സ്റ്റിച്ച് ചെയ്തോ അതുപോലെ തന്നെ ഇവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ. ഇതാണെങ്കിൽ നമ്മൾ വി നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് നമുക്ക് യൂസ് ആകുന്നതാണ്. ഈ എൻഡിൽ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. നീഡിൽ കുത്തി താഴ്ത്തി വെച്ചിട്ട് പ്രഷർ ഫ്ലൂട്ട് പൊക്കിയെടുത്തതിന് ശേഷം പേപ്പർ തിരിക്കുക. വീണ്ടും താഴ്ത്തി കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലത്തെ പാറ്റേൺ നിങ്ങൾ വീണ്ടും ഇതുപോലെ കുറേ പ്രാവശ്യം വരഞ്ഞിട്ട് നിങ്ങളിതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഈ പാറ്റേൺ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ ഓരോ കോർണറിലും വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിതുപോലെ ആദ്യം വലിയതായിട്ട് വരച്ച് പ്രാക്ടീസ് ആയതിന് ശേഷം നമുക്ക് കുഞ്ഞു ഡിസൈൻസ് പിന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമുക്കിനി കർവുകളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതും നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ അതും പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലെ വരച്ചും പ്രാക്ടീസ് ചെയ്യാൻ ഇല്ലാത്തവർക്കായിട്ട് ഞാൻ പാറ്റേൺ തരുന്നുണ്ട്. നിങ്ങൾ അതുപോലെ നോക്കി പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.